സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ലെസണിലെ പേജ് നമ്പർ 254 കണ്ട പേജ് നമ്പർ 254 ഏറ്റവും അവസാനത്തെ പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ ടേബിൾ ഷോസ് സം ഹൗസ് ഹോൾഡ്സ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദയർ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് കുറച്ച് കുടുംബങ്ങളുടെ വൈദ്യുതി ഉപഭോഗം അതിൻ്റെ കൺസ്യൂം അനുസരിച്ചിട്ട് ഒരു ടേബിൾ തന്നിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇലക്ട്രിസിറ്റി യൂസേജ് യൂണിറ്റ്സിലാണ് യൂണിറ്റ്സിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് അപ്പം 80 to 90, അതായത് 80 യൂണിറ്റ് മുതൽ 90 യൂണിറ്റ് വരെ 3 ഹൗസ് ഹോൾഡ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 90 to 100, 90 മുതൽ 100 വരെ 6 ഹൗസ് ഹോൾഡ്സാണ് ഉപയോഗിക്കുന്നത്. 100 to 110 വരെ 7 ഹൗസ് ഹോൾഡാണുള്ളത്. 100 തൊട്ട് 130 വരെ 9 ഹൗസ് ഹോൾഡാണുള്ളത്. 130 തൊട്ട് 140 വരെ 4 ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതിൻ്റെ അളവും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. കാൽക്കുലേറ്റ് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ഉപഭോഗത്തിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ തന്നെ ഒരു ടേബിൾ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ തന്നെ ഞാൻ അതുപോലത്തെ ഒരു ടേബിൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളിൽ പ്രകാരം നമുക്കറിയാം 80 to 90 ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ വേറൊരു രീതിയിലോട്ടേക്ക് ഒന്ന് മാറ്റി എഴുതണം. ആ മാറ്റി എഴുതുന്ന രീതിയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി തന്നെയാണ് ഹെഡിങ് ഒക്കെ അത് തന്നെയാണ് കേട്ടോ വരിക. ഇലക്ട്രിസിറ്റി യൂസേജ് യൂണിറ്റ്സ്. ഇപ്പോൾ ഇവിടെ 80 to 100 എന്നാണല്ലോ തന്നിരിക്കണേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ബിലോ 90 എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് വരുന്നത് കേട്ടോ. ഇവിടെ 80 to 90, ഇപ്പോൾ 90 അല്ല വരുന്നത്. അപ്പോൾ ബിലോ 90. ദെൻ അടുത്തത് ബിലോ 100. ദെൻ ബിലോ 110, 110. ബിലോ 120, 120. ബിലോ 130, 130. ദെൻ അവസാനം ബിലോ 140. കണ്ടല്ലോ, അതിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം കണ്ടോ, കേട്ടല്ലോ. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ആദ്യത്തെ 3 തന്നെയാണ് ആഡ് ചെയ്തെടുക്കുക. 3 + 6 9, 9 + 7 16, 16 + 10 26, 26 + 9 35, 35 + 4 39. കണ്ടോ. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടലാണ്. നമ്മൾ ടോട്ടലാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത് 39 കണ്ടല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് നമ്മുടെ മീഡിയൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ ഓഫ് മീഡിയൻ, പൊസിഷൻ ഓഫ് മീഡിയനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈസ് ഈക്വൽ ടു ടോട്ടൽ 39 ആണല്ലോ. അപ്പോൾ 39 + 1/2 ഇതാണ് എൻ്റെ പൊസിഷൻ.
അപ്പോൾ 39 + 1 40/2 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 20 ആണ് നമ്മുടെ മീഡിയൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ഈ 20 വരുന്നത് എവിടെയാണ് വരുന്നത് നോക്കാം. ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ബിറ്റ്വീൻ 16 ആൻഡ് 26. 16 26 ഇടയിലാണ് നമ്മുടെ 20 വരുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിരിക്കുക കേട്ടോ. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി ഒരു പെട്ടി പോലെ ഒരു ബോക്സ് പോലെ ആക്കി വയ്ക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സബ് ഡിവിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സബ് ഡിവിഷൻ മലയാളത്തിന് ഇത് പറയുന്നത് ഉപവിഭാഗം എന്നാണ് പറയുക. മലയാളത്തിൽ തന്നെ പറയാം ഉപവിഭാഗം. ഈ പൊസിഷൻ ഓഫ് മീഡിയന് പറയുന്നത് മീഡിയൻ്റെ സ്ഥാനം. മീഡിയൻ്റെ സ്ഥാനം, ഇത് ഉപവിഭാഗം, സബ് ഡിവിഷൻ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളോടൊരു ഈ പെട്ടി വരച്ചിട്ടുണ്ടല്ലോ, ഈ പെട്ടിയിൽ നിന്നാണ് നമ്മൾ സബ് ഡിവിഷൻ ഉപവിഭാഗം കാണാൻ പോകുന്നത്. അതായത് ഇവിടെ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. 120 മൈനസ് 110 അതേപോലെ തന്നെ ഇവിടെ 26 മൈനസ് 16 ഇസ് ഈക്വൽ ടു, ഇതുപോലെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 10 അല്ലേ? 10/26 മൈനസ് 16 10 ആണ്. അപ്പോൾ 10/10 ഇസ് ഈക്വൽ ടു 1. അപ്പം നമ്മുടെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് 1. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കാൻ പോണത്, നമുക്ക് നേരിട്ട് മീഡിയൻ കണ്ടുപിടിക്കുന്നതിനേക്കാളായിട്ട് എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത് ബിലോ ഈ ഒരു ബോക്സിൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് ആദ്യം 16 അപ്പോൾ 16 നിന്ന് തൊട്ടടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. ആ 16ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 17 17 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം 17ാമത്തെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളതിന് പിന്നെ ഒരു സ്റ്റെപ്പ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂസേജ് ഓഫ് 17th household ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 16ൻ്റെ എത്രയാണ്? ബിലോ 110 അല്ലേ? 110 അല്ലേ വരുന്നത്? അപ്പോൾ 110 പ്ലസ് 110 പ്ലസ് നമ്മുടെ സബ് ഡിവിഷൻ എത്രയാണ്? 1/2 കേട്ടല്ലോ. അപ്പോൾ അതായത് നമ്മുടെ 17ാമത്തെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി യൂസേജ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഈ ടേബിളിൽ, അതായത് ഈ ചെറിയൊരു ബോക്സിനുള്ള ആദ്യത്തെ അളവ് എത്രയാണോ അതേ പ്ലസ് അത് പ്ലസ് 1 2 മാറും കേട്ടോ. അതായത് ഇവിടെ സബ് ഡിവിഷൻ 1 ആയതാണ് 1. അപ്പോൾ സബ് ഡിവിഷൻ എത്രയാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. 2 ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ 221 221/2 എന്നിട്ടത് ഡിവൈഡ് ചെയ്തെടുക്കുക. ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 110.5 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 110.5 നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഏതിൻ്റെ? ഇലക്ട്രിസിറ്റി യൂസേജ് ഓഫ് 17th ഹൗസ്-ഹോൾഡ്, 17ാമത്തെ കുടുംബത്തിൻ്റെ പിന്നെ വൈദ്യുതി ഉപയോഗമാണ് നമുക്ക് കിട്ടിയത് 110.5. ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ഉത്തരം ആദ്യം ആഡ് ചെയ്തെടുക്കാം. 110.5 പ്ലസ്, പിന്നെ നമ്മളിവിടെ 17ാമത്തെയാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത് ഓൾറെഡി.
പക്ഷെ മീഡിയൻ എത്രാമത്തെയാണ്? മീഡിയൻ 20ആണ്. മീഡിയൻ്റെ പൊസിഷൻ 20ആണ്. അപ്പം നമ്മുടെ ഈ 17ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. എത്രയാണ് 17? 3 അപ്പം 3 ഇൻറ്റു നമ്മുടെ സബ് ഡിവിഷൻ എത്രയാ? 1. എത്രയാണ് സബ് ഡിവിഷൻ? അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 110.5 പ്ലസ് 3 ഇൻറ്റു 1 3 ആഡ് ചെയ്യുമ്പോൾ 113.5 നമ്മുടെ മീഡിയൻ. അപ്പോൾ നമ്മൾ 254 പേജിൽ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോണത്. ദ ടേബിൾ ബിലോ ഷോ ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സോർട്ടഡ് ടു അക്കോർഡിംഗ് ടു ദയർ മാർക്സ് ഇൻ ദ മാത്സ് എക്സാം. ഒരു മാത്സ് എക്സാം എടുത്തു കഴിഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകളും അതേപോലെ ആ കിട്ടിയ മാർക്കിൻ്റെ എണ്ണവും, എത്ര കുട്ടികൾക്കാണ് ഈ മാർക്കുകൾ കിട്ടിയത് ആ എണ്ണവുമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് അതായത് 0 to 10, 0 മുതൽ 10 വരെ 4 കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. 10 മുതൽ 20 വരെ 8 കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. 20 മുതൽ 30 വരെ 10 കുട്ടികൾക്ക് കിട്ടി. 30 മുതൽ 40 വരെ 9 കുട്ടികൾക്ക് കിട്ടി. 40 മുതൽ 50 വരെ 5 കുട്ടികൾക്കാണ് കിട്ടിയത്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ 10 മാർക്ക് കിട്ടിയ ഇത്ര കുട്ടി, അല്ലെങ്കിൽ 11 മാർക്ക് കിട്ടിയ കുട്ടി ഇത്ര, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഇത് തന്നിരിക്കുകയാണ്, ക്ലാസ് തന്നേക്കണം. നമുക്ക് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാൽക്കുലേറ്റ് ദ മീഡിയൻ മാർക്ക് ഓഫ് ദ ക്ലാസ്. ഈ ക്ലാസ്സിലെ കിട്ടിയ മാർക്കിൻ്റെ ഒരു മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ടേബിള് നേരത്തെ പോലെ തന്നെ ചെയ്യാം. കണ്ടോ? എന്നിട്ട് 4, 8, 10, 9, 5. ഇനി വീണ്ടും നമ്മളൊരു മാർക്സിൻ്റെ വീണ്ടും ഒരു ടേബിൾ ഒന്ന് ശരിയാക്കി എടുക്കണം. അതായത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 അപ്പം ബിലോ 10, അടുത്തത് ബിലോ 20, അടുത്തത് ബിലോ 30, പിന്നെ ബിലോ 40, അടുത്തത് ബിലോ 50. ഇനി നമ്മൾ കുട്ടികളുടെ എണ്ണം നമ്മളൊന്ന് ആഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. കുട്ടികളുടെ എണ്ണം ഒന്ന് ആഡ് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ 4 + 8 12, 12. 12 + 10 22, 22 + 9 31, 31, 31 + 5 36. അപ്പം നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് ഇവിടെ 36ആണ്. അപ്പം നമ്മളിനി കണ്ടത് പൊസിഷൻ ഓഫ് മീഡിയൻ. പൊസിഷൻ ഓഫ് മീഡിയൻ, അതായത് മീഡിയൻ്റെ സ്ഥാനം കേട്ടല്ലോ. അപ്പോൾ 36 + 1/2, അതായത് 37/2, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ 18.5 ഇതാണ് കിട്ടുന്നത്. അപ്പോൾ പൊസിഷൻ ഓഫ് മീഡിയൻ എന്ന് പറയുന്നത് 18.5. അപ്പോൾ 18.5 എന്ന് പറയുന്നത് 18ൻ്റെയും 19ൻ്റെയും മിഡിലായിരിക്കും വരിക അല്ലേ. 18 എന്ന് പറയുന്നത് 18ൻ്റെയും 19ൻ്റെയും നടുക്കല്ലേ വരിക, 18.5 എന്ന് പറയുന്നത്. ഇനി അത് ഇവിടെ നമ്മുടെ ഇതിൽ എവിടെ കിടക്കാം? ഈ 18.5 ഇതിനിടയിലായിരിക്കും, 12ൻ്റെയും 22ൻ്റെയും ഇടയിലാണ്. അപ്പം നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്കൊരു പെട്ടി ഇങ്ങനെ വരച്ച് വയ്ക്കുക കേട്ടല്ലോ. അപ്പോൾ പൊസിഷൻ ഓഫ് മീഡിയൻ കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഉപവിഭാഗം അഥവാ സബ് ഡിവിഷൻ ഉപവിഭാഗമാണ് നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. = കണ്ടുപിടിക്കാനായിട്ട് ഇത് തമ്മിലാണ് മൈനസ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 30 - 20 ഇതെത്രയാ? 22 - 12.
ഈസ് ഈക്വൽ ടു 30 മൈനസ് 20 10 ബൈ 22 മൈനസ് 12 10 തന്നെ അല്ലേ. 10/10 ഈസ് ഈക്വൽ ടു 1 ഒന്നാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ബോക്സ് വരച്ചതിൽ ആദ്യം കിടക്കേണ്ടത് എത്രയാണ്? 12. അപ്പോൾ തൊട്ടടുത്ത നമ്പറാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. എത്രാമത്തെയാണ്? 12 കഴിഞ്ഞാൽ 1 13. അപ്പോൾ നമ്മൾ 13ാമത്തെ കുട്ടിയുടെ മാർക്കാണ് ഇനി കണ്ടുപിടിക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റെപ്പ് എഴുതണം. കേട്ടല്ലോ? സ്റ്റെപ്പ് എഴുതുമ്പോൾ മാർക്ക് ഓഫ് 13th എങ്ങനെയാണ് 30 വന്നെന്ന് മനസ്സിലായില്ലേ? ഈ 12ൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ 13th ചൈൽഡ് 13ാമത്തെ കുട്ടിയുടെ മാർക്ക്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 12ൻ്റെ നേരെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 20 അല്ലേ. 20 പ്ലസ് 20 പ്ലസ് നമ്മുടെ സബ് ഡിവിഷൻ ഓൾ ബൈ 2 ഈസ് ഈക്വൽ ടു 20 പ്ലസ് 20 പ്ലസ് 1 അല്ലേ. അപ്പോൾ 41/2 ഈസ് ഈക്വൽ ടു 20.5. അപ്പം ഇതാണ് 13ാമത്തെ കുട്ടിയുടെ മാർക്ക്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ മീഡിയൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സംഭവം കണ്ടുപിടിക്കണം. അതായത് എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മീഡിയൻ എന്ന് പറയുന്നത് 18.5 ആണ്. അത് 18ൻ്റെയും 19ൻ്റെയും നടുവിലുള്ള ഒരു സംഖ്യയാണ് ഈ 18.5 പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി 18ൻ്റെയും 19ൻ്റെയും ഇടയിലുള്ള മീഡിയൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 18ാമത്തെ ഇപ്പം നമ്മൾ 18 കണ്ടുപിടിക്കണം, നമുക്ക് 19 നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അതിൻ്റെ മിഡിലുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മൾ 18.5 ആയതുകൊണ്ട് 18ാമത്തെ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. പോയിൻ്റ് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പോയിൻറ്റിന് മുമ്പുള്ള സംഖ്യയുടെ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കാം, ചെയ്യാം. അപ്പം നമ്മൾ കാണാൻ പോകുന്നത് മീഡിയൻ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 18ാമത്തെ കുട്ടിയുടെ മാർക്കാണ്. മാർക്ക് ഓഫ് 18th ചൈൽഡ് ഈസ് ഈക്വൽ ടു നേരത്തെ 13ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 20.5. അതിൽ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ടത്. 20.5 പ്ലസ് ഇനി ഈ 18നും ഈ 13നും നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ. 5 ഇൻറ്റു നമ്മുടെ സബ് ഡിവിഷൻ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1 സബ് ഡിവിഷൻ ഈസ് ഈക്വൽ ടു 20.5 പ്ലസ് 5 ഇൻറ്റു 1 5 ഈസ് ഈക്വൽ ടു 25.5 ആണ് 18ാമത്തെ കിട്ടിയത്. ഇനി നമ്മൾ ഏതുകൂടി കണ്ടുപിടിക്കണം? 19ാമത്തെ കുട്ടിയുടെ കൂടി കാണണം. കാരണം 18.5 ആണ് പൊസിഷൻ ഓഫ് ദ മീഡിയൻ. അപ്പോൾ 18നും 19നും ഇടയിലാണ് മീഡിയൻ കിടക്കുന്നത്. അപ്പോൾ 18 കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 19ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ മീഡിയൻ കാണാം. മാർക്ക് ഓഫ് 19th ചൈൽഡ് ഈസ് ഈക്വൽ ടു ഈ 18ാമത്തെ കുട്ടിയുടെ മാർക്ക് 25.5 പ്ലസ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 18ഉം 19ഉം നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ, ഇൻറ്റു നമ്മുടെ സബ് ഡിവിഷൻ. അപ്പോൾ ഈസ് ഈക്വൽ ടു 25.5 പ്ലസ് 1 ഇൻറ്റു 1 1 ഈസ് ഈക്വൽ ടു 26.5 ആണ് 19ാമത്തെ കുട്ടിയുടെ മാർക്ക്. ഇനി നമുക്ക് മീഡിയനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മീഡിയൻ ഈസ് ഈക്വൽ ടു 18ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്രയാ? 25.5 പ്ലസ് 19th ചൈൽഡിൻ്റെ 19ാമത്തെ കുട്ടിയുടെ മാർക്ക് 26.5. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കുക. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മിഡിൽ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലുള്ള
വാല്യൂ നമുക്ക് കിട്ടുക. നമുക്ക് കൂട്ടുമ്പോൾ കിട്ടുന്നത് 52. 52/2. 52/2 നമുക്ക് കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു 52ൻ്റെ പകുതി കണ്ടാൽ പോരെ അല്ലേ? ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും കിട്ടുക? 26. അപ്പം 26 ആ കുട്ടിയുടെ ഈ ഒരു ആ ക്ലാസ്സിലെ കുട്ടികളുടെ, ആ കുട്ടിയുടെ അല്ല, ഈ ക്ലാസ്സിലെ, ഈ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 26. കണ്ടോ? 26. ഇതാണ് ഉത്തരം. ഇനി നമ്മൾ 255-ാമത്തെ പേജ് നമ്പറിൽ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The table below gives the details of the income tax paid by the employees in an office in a year. അപ്പോൾ ഈ ടേബിൾ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ്, ഒരു ഓഫീസിൽ ഒരു വർഷത്തിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന പിന്നെ എംപ്ലോയീസിൻ്റെ ഒരു ഡീറ്റെയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 1000 മുതൽ 2000 വരെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന 8 എംപ്ലോയീസ്, 2000 മുതൽ 3000 വരെ അടയ്ക്കുന്നവർ 10 പേര്, 3000 to 4000 15 പേര്, 4000 to 5000 20 പേര്, 5000 to 6000 22 പേര്, 6000 to 7000 8 പേര്, 7000 to 8000 6 പേര്, 8000 to 9000 3 പേര്. ഇങ്ങനെ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് മീഡിയൻ ഇൻകം ടാക്സ് പെയ്ഡ്, അടയ്ക്കുന്ന ഇൻകം ടാക്സിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു ടേബിളൊന്ന് തയ്യാറാക്കി, അവർ പറഞ്ഞ പോലെ തന്നെ ടേബിൾ നമ്മൾ തയ്യാറാക്കിയെടുത്തു. കണ്ടോ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബിലോ ഇവിടത്തെയാണ് എടുക്കേണ്ടത്, ഇവിടുത്തെ കേട്ടോ. ബിലോ 2000, ബിലോ 3000, ബിലോ 4000, ബിലോ 5000, ബിലോ 6000, ബിലോ 7000, ബിലോ 8000, ബിലോ 9000. ഇനി ജോലിക്കാരുടെ എണ്ണമാണ്, നമ്പറാണ് നമ്മൾ ചെയ്യേണ്ടത്. ആഡ് ചെയ്തിട്ട് വേണം എടുക്കാൻ. 8 + 10 18. അടുത്തത് വരുമ്പോൾ 33 33. ദെൻ അടുത്തത് വരുമ്പോൾ 53. ദെൻ 53 + 23 is equal to 75 plus 75 plus 8 അപ്പോൾ 83. പിന്നെ 83 plus 6 89 plus 89 plus 3 is equal to 92. ഇത് ക്ലോസ് ചെയ്തു, നമ്മുടേത് ക്ലോസ് ചെയ്തു. ദെൻ പൊസിഷൻ ഓഫ് മീഡിയൻ, പൊസിഷൻ ഓഫ് മീഡിയൻ. Position of median is equal to 92 plus 1 by 2 is equal to 93 by 2. 46.5 46.5 നമ്മുടെ പൊസിഷൻ ഓഫ് ദ മീഡിയൻ. കണ്ടല്ലോ. അത് കഴിഞ്ഞാൽ സബ് ഡിവിഷൻ.
സബ്ഡിവിഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് കേട്ടോ എടുക്കേണ്ടത്. 5000 മൈനസ് 4000 ഡിവൈഡഡ് ബൈ 53 മൈനസ് 33 ഈസ് ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 ബൈ 53 മൈനസ് 33 20 0 0 വെട്ടിപ്പോകണം കേട്ടല്ലോ. 2ൽ 100 എത്രയാണ് 50. 50 ആണ് നമ്മുടെ സബ് ഡിവിഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു പെട്ടി ബോക്സ് വന്നിരിക്കുന്നത് 33ലാണ് അതിൻ്റെ തുടക്കം വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 33 കഴിഞ്ഞിട്ടുള്ളത് 34. ഇവിടുത്തെ ഈ ഒരു ബോക്സിൽ ഫസ്റ്റത്തെ നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. ആ നമ്പർ കഴിഞ്ഞ് വരുന്നതാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 33 ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 34. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ ഇൻകം ടാക്സ് ഓഫ് tax of 34th employee is equal to നമ്മുടെ ബൗണ്ടറി വരുന്നത് എവിടെയാണ്? ഇവിടെ 4000ലാണ് വരുന്നത്. അത് 33യുടെ ഇവിടെ 4000 ആണ് ആ ബോക്സിൽ ഫസ്റ്റ് വരുന്നത്. അത് അവിടെയാണ്, അതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. 4000 പ്ലസ് 4000 പ്ലസ് നമ്മുടെ സബ് ഡിവിഷൻ ഓൾ ബൈ 2 ഈസ് ഈക്വൽ ടു 8050. 8050 ബൈ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 40 അല്ലേ, ഇവിടെ 4 0 ഇവിടെ എത്ര വരാം 2 ബാക്കി 1 വരുമ്പോൾ ഇവിടെ 5 4025 4025 34th എംപ്ലോയിയുടെ കേട്ടോ വരുന്ന ഇൻകം ടാക്സ്. നമുക്കിനി അടുത്തത് നമ്മുടെ മീഡിയൻ കണ്ടുപിടിക്കണം. പക്ഷെ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 46.5 ആണ്. 46.5 ആണ് നമുക്ക് മീഡിയൻ്റെ പൊസിഷനും കിട്ടിയിരിക്കുന്നത്. അതായത് 46ൻ്റെയും 47ൻ്റെയും മിഡിലാണ് നമ്മുടെ മീഡിയൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 46 വരെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് 47ഉം കൂടി കണ്ടുപിടിക്കണം. എന്നിട്ട് 46ൻ്റെ കിട്ടിയ വാല്യൂവും 47ൽ കിട്ടിയ വാല്യൂവും നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഹാഫ് എടുക്കാം കേട്ടല്ലോ. അപ്പം നമുക്ക് എത്രാമത്തേന് കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ 46 കേട്ടല്ലോ. അപ്പോൾ ഇൻകം ടാക്സ് ഓഫ് 46th എംപ്ലോയി ഈസ് ഈക്വൽ ടു 46th എംപ്ലോയിയുടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ 34th എംപ്ലോയിയുടെ 4025 ആണ് 4025 പ്ലസ് നമ്മൾ എത്രാമത്തെയാണ്? 34th ആണ് 4025. നമുക്കിവിടെ 46th ആണ് 34th ആണ് 4025. നമുക്ക് 46th ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഡിഫറൻസും കൂടി ഒന്ന് കണക്കാക്കണം കേട്ടല്ലോ. 46ഉം 34ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 46ഉം 34ഉം തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് ഈ 46ഉം അതുപോലെ ഈ 34ഉം തമ്മിൽ ഡിഫറൻസ് വരുന്നത് 12 ആണ്. 12 ഇൻറ്റു നമ്മുടെ സബ് ഡിവിഷൻ എത്രയാണ്? 50. അപ്പോൾ 4025 പ്ലസ് 12 ഇൻറ്റു 50 600 ബേസിക്കൽ ടു 4625. 4625 നമ്മുടെ എത്രാമത്തെ? പിന്നെ 46ാമത്തെ
ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 47. കാരണം 46ൻ്റെ 47ൻ്റെ മിഡിലാണ് നമ്മുടെ മീഡിയൻ കിടക്കുന്നത്. അപ്പം 46 വരെ കണ്ടുപിടിച്ച് നമ്മൾ 47ാമത്തെ കാണാം. ഇൻകം ടാക്സ് ഓഫ് 47th എംപ്ലോയി ഈസ് ഈക്വൽ ടു ഈ കിട്ടിയത് 4625, 4625 പ്ലസ് നമ്മുടെ സബ് ഡിവിഷൻ, അതായത് 46ൽ നിന്നും 47ലോട്ടേക്ക്. ഈ 46ഉം 47ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 1 ഇൻറ്റു നമ്മുടെ സബ് ഡിവിഷൻ. അപ്പോൾ 4625 പ്ലസ് 1 ഇൻറ്റു 50 50 ഇസ് ഈക്വൽ ടു 4675 4675. ദെൻ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോണതാണ് മീഡിയൻ. ഇനിയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. മീഡിയൻ 46th വാല്യൂവും 47th വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യുക. 4675 അതിൻ്റെ ഡിവൈഡ് ബൈ 2, കാരണം അതിൻ്റെ മിഡിലുള്ള വാല്യൂ ആണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് തമ്മിൽ ഇതൊന്ന് ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9300 9300 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 4650 4650 കേട്ടത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. ഇതാണ് എംപ്ലോയീസിൻ്റെ ഇൻകം ടാക്സിൻ്റെ മീഡിയൻ.